ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റീഡിംഗ് നിങ്ങളുടെ ഒരു നിയർ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. പോസിറ്റീവായ കാര്യങ്ങളെ അട്രാക്റ്റ് ചെയ്യുക, നിങ്ങളുമായി റെസൊനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ സ്വീകരിക്കുക. പേഴ്സണൽ റീഡിംഗ് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വന്നിരിക്കുന്ന കാർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. 7 of Cups, Queen of Pentacles, Knight of Cups, King of Cups, King of Pentacles, 5 of Swords. നിങ്ങളുടെ അടുത്ത ഈ ഭാവി ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ചോയ്സസ് കടന്നു വരുന്നതാണ് ലൈഫിൽ. അപ്പോൾ ഒരു ടെംപ്റ്റേഷൻ ഫീലിംഗ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കാണാൻ സാധ്യതയുണ്ട്. പല ചോയ്സും നിങ്ങളുടെ മുന്നിലിരിക്കുമ്പോൾ ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ നിങ്ങളുടെ മനസ്സിൽ വരാം. ചില വ്യക്തികൾക്ക് അമിതമായിട്ട് പണം സമ്പാദിക്കാനുള്ള ഒരു ഗ്രീഡിനെസ് ഒക്കെ കാണാൻ സാധ്യതയുണ്ട്. മറ്റു വ്യക്തികൾക്ക് ചില വഴിവിട്ട ബന്ധങ്ങളിലേക്ക് പോകാനോ നമ്മുടെ മനസ്സിനെയും നമ്മുടെ വൈകാരികമായിട്ടുള്ള കാര്യങ്ങളെ കൺട്രോൾ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഭാവി ജീവിതത്തിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ ഒരു ചോയ്സ് നിങ്ങൾ കറക്റ്റായിട്ടാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റവും ഒരു അച്ചീവ്മെൻറ്റൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് വരുന്ന ചോയ്സസിൽ നിന്ന് നല്ലത് മാത്രം സ്വീകരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി പണം ഒരുപാട് ചിലവാക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ പണം എങ്ങനെ സേവ് ചെയ്യാൻ അറിയാത്ത വ്യക്തിയാണെങ്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ ഭാവി ജീവിതത്തിൽ നിങ്ങൾ ആ ഒരു പണത്തിനെ ശ്രദ്ധിച്ച് ചിലവാക്കാനായിട്ട് ശ്രമിക്കുക. പണം സമ്പാദിക്കാനായിട്ടുള്ളൊരു ടാലൻറ്റ് കുറച്ച് വ്യക്തികൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് ഈ ഒരു സമയത്ത്. ചില സമയത്തിൽ നിങ്ങൾ ഒരു സ്റ്റക്കായി പോയൊരു ഫീലിംഗ് ഒക്കെ നിങ്ങൾക്ക് വന്നേക്കാം. നിങ്ങൾ എന്ത് കാര്യവും സൂക്ഷ്മമായി തന്നെ വിശകലനം ചെയ്തുകൊണ്ട് വളരെ ആലോചിച്ചുകൊണ്ടാണ് ഓരോ സ്റ്റെപ്പും നിങ്ങൾ മുന്നോട്ട് നീങ്ങാൻ പോകുന്നത് ഫ്യൂച്ചറിൽ. അതായത് നിങ്ങൾ എന്തെങ്കിലും ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗോളിൽ എത്താനായിട്ട് എന്തൊക്കെ അത്രയും ചെറുത് തൊട്ട് വലുത് വരെയുള്ള കാര്യങ്ങൾ പോലും നിങ്ങൾ ഓരോ പോയിൻറ്റും വളരെ സൂക്ഷ്മമായിട്ട് ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പ്രവർത്തിക്കാൻ പോകുന്നത്. ഒരു ആലോചനയുടെ വക്കിലാണ് നിങ്ങൾ നിൽക്കാൻ പോകുന്നത് ഭാവിയിൽ. ആ ഒരു ആലോചനയിൽ എന്തായാലും റിസൾട്ട് പോസിറ്റീവ് തന്നെയായിരിക്കും. നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും. മുന്നോട്ട് നീങ്ങേണ്ട എങ്ങനെയാണെന്നുള്ളൊരു ഡിസിഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എടുക്കാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല ഭാവി ജീവിതത്തിൽ, അതായത് അടുത്തൊരു നിയർ ഫ്യൂച്ചറിൽ നിങ്ങൾ അത്രയും പവർഫുൾ ഒരു പേഴ്സണാലിറ്റി ആകാനാണ് പോകുന്നത്. അതായത് നിങ്ങളെ ഇനി വൈകാരികമായിട്ടൊന്നും ആർക്കും തകർക്കാൻ പറ്റാത്തൊരു സ്റ്റേജിലേക്ക് നിങ്ങൾ നീങ്ങുന്നതാണ്. ഇമോഷണലി അത്രയും സ്ട്രോങ് ആയൊരു പേഴ്സണാലിറ്റിയായി മാറുന്നതാണ് നിങ്ങൾ. അത്രയും പവർഫുള്ളായൊരു പേഴ്സണാലിറ്റി എന്ന് തന്നെ പറയാം. നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് ആ ഒരു ഗോളിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുന്നതാണ്. ഒരു ലൈഫ് ടൈം ഗോളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത പേഴ്സണാണെങ്കിൽ അവർക്ക് ഈ ഒരു സമയത്ത് തോന്നും ഇനി ഇതിൽ കൂടുതൽ അവർക്കൊന്നും തന്നെ നേടിയെടുക്കാനില്ല. അത്രയും വലിയൊരു ഗോൾ അവർക്ക് അടുത്ത ഭാവിയിൽ തന്നെ വിജയിച്ച് കാണിക്കാൻ സാധിക്കുന്നതാണ്. ഒരു ഫിനാൻഷ്യൽ ഗെയിൻ തന്നെയാണ് എന്തായാലും നിങ്ങളുടെ അടുത്ത ഭാവിയിൽ കാണാൻ സാധിക്കുന്നത്. നല്ല രീതിയിലുള്ള ഒരു ഗെയിൻ തന്നെയായിരിക്കും അത്. മാത്രമല്ല ഈ ഒരു ജേണിയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ സ്വാർത്ഥമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനോ ഒരു സ്വാർത്ഥ താല്പര്യത്തിൻ്റെ പേരിൽ ചിലരെയൊക്കെയെങ്കിലും പിണക്കേണ്ടതായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതല്ല, എല്ലാവർക്കും വേണ്ടി എല്ലാവരെയും ചിന്തിച്ച് ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ആ ലക്ഷ്യത്തിനെത്താനായിട്ട് നിങ്ങൾക്ക് കുറച്ച് സ്വാർത്ഥ താല്പര്യം കാണിക്കേണ്ട ആവശ്യം വരുന്നതാണ്. അപ്പോൾ എന്തു തന്നെ ആയാലും ഒരു ഫിനാൻഷ്യലായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് നിങ്ങളുടെ അടുത്ത ഭാവിയിൽ നിങ്ങളെ തേടിയെത്താൻ പോകുന്നത്. അപ്പോൾ ചില വ്യക്തികളുടെയൊക്കെ ലൈഫിൽ ഒരു മദർലി അപ്രോച്ചൊക്കെ കാണുന്നുണ്ട്. അതായത് ഒരു ഫീമെയിൽ എനർജി വരാനുള്ള സാധ്യതയുണ്ട്. ആ വ്യക്തി നിങ്ങളുടെ സഹായത്തിനായിട്ട് വരുന്ന ഒരു പേഴ്സണാലിറ്റിയാണ്. ഒരു പക്ഷേ എന്തെങ്കിലും ഫിനാൻഷ്യൽ ഹെൽപ്പ് നിങ്ങളെ ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മാർഗനിർദ്ദേശം തരാൻ വരുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ആഗ്രഹിച്ച ഗോൾസൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കട്ടെ. ഇന്നത്തെ റീഡിംഗ് ഇതുവരെ. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.